നമസ്കാരം. കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. നമസ്കാരം. അമ്മയുടെ പേര് ശാരദാമണി. ശാരദാമണി. അമ്മയാണ് ഫുൾ ടൈം കൂടെ ഉള്ളത് അല്ലേ മകന്റെ? സന്ദീപിന് ഒരു ആക്സിഡന്റ് ആയിരുന്നു അല്ലെ 3-4 വർഷത്തിന് മുന്നേ? ഒരു 4-5 വർഷം മുമ്പ് കാലിന്റെ അടിവശത്ത് ഒരു മുറിവ് സംഭവിച്ചു. ഒരു ഗ്ലാസ് പീസ് കൊണ്ട് ക്ലാസ് കൊണ്ട്. ഗ്ലാസ് പീസ്. അപ്പോൾ അത് കരിഞ്ഞ് കുറെ സമയം എടുത്തു കരിയാൻ. കരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിലേക്ക് പോയി. കാലിൽ രണ്ടിലും മരവിപ്പായി. അങ്ങനെ ഈ വലത്തെ കണ്ണിൽ ചെറുതായിട്ട് കാഴ്ച ഈ കോർണറിലായിട്ട് തുടങ്ങി. ഒന്ന് മൂടൽ, ഒരു വെള്ള മൂടൽ പോലെ. പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു നേരത്തെ. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് നാട്ടിൽ ഹോസ്പിറ്റലിൽ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലി അത് അതൊക്കെ ഞാൻ കുറഞ്ഞു പോയി. ഏകദേശം 1 വർഷമൊക്കെ എടുത്ത് പൂർണ്ണമായിട്ടും കാഴ്ച പൂർണ്ണമായിട്ടും പോയി. നെർവിൻ്റെ ഒപ്റ്റിക് നെർവിൻ്റെ വീക്ക്നെസ് ആണ്. അപ്പോൾ നിലവിൽ ഇതിന് ഓപ്പറേഷൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ട്രീറ്റ്മെന്റ് ഇപ്പം ഞാൻ ശരിക്കും ഇപ്പം നിലവിൽ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. കാര്യം ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു. എനിക്ക് ഈ അഭിനയം എന്ന് പറയുന്ന ഒരു മോഹം പണ്ട് തൊട്ടേ നാടകമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം, ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് നരൻ സിനിമയിലെ ഒരു ഡബ് സ്മാഷ് ആയിരുന്നു. അപ്പൊ അത് ഫേസ്ബുക്കിൽ ഇട്ടു. 2-ാം ദിവസം നമ്മുടെ സാക്ഷാൽ ലാലേട്ടൻ അത് കണ്ടു. അപ്പോൾ എന്നിട്ട് ലാലേട്ടൻ അഭിനന്ദിച്ചിട്ടൊരു വോയിസ് മെസ്സേജ് ഒക്കെ തന്നിരുന്നു. അത് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും എന്താ പറയുക ഓസ്കാർ. ഇന്ന് എന്തൊക്കെയാണ് സന്ദീപൻ ചെയ്യുന്നത്? ഞാൻ എന്തായാലും കുറച്ച് വോയിസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തിയേറ്ററിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന അവയർനെസിന്റെ പരസ്യം. Tobacco use leads to cancer, heart attack, lung disorder, and the deadly diseases. The characters shown in the film program do not support the use of any tobacco product such as bidi, cigarette, candy, etc. and the promotions in any manner. Thank you. നെക്സ്റ്റ്, ഈ ഇടക്കാലത്ത് ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വളരെ ഹിറ്റായ ഒരു ആൽബം ഉണ്ട് നമ്മുടെ നീരജ് മാധവന്റെ അയ്യോ പണി പാളിയില്ലോ. അപ്പോൾ ആ പാട്ട് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ പാട്ട് നമ്മുടെ 2 മുൻ രാഷ്ട്രീയ നേതാക്കൾ 2 പേര് പാടാൻ പോവാണ്. മറ്റാരുമല്ല, അച്യുതാനന്ദൻ സാറും ഉമ്മൻചാണ്ടി സാറും. അയ്യോ പണി പാളിയില്ലോ, രാരീരാരം പാടി ഉറക്കാൻ ആരുമില്ലേ, ഡും ഡും ആരോ കഥകിനെ തട്ടി. ആരാ? ഞാനാ ചാണ്ടി. എന്താ ചാണ്ടി? രാരീരാരം പാടി ഉറക്കാൻ വന്നതാ. ഇങ്ങനെ കണ്ണിക്കണ്ടവരൊക്കെ വന്ന് രാരീരാരം പാടിയാൽ ഉറങ്ങുന്ന ആളല്ലടോ. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് 2-3 സിനിമാ താരങ്ങളുടെ സൗണ്ട് നോക്കാം. നമ്മുടെ 6-ാം നമ്പുരാൻ എന്ന സിനിമയിൽ KB ഗണേഷ് കുമാർ സാറും നരേന്ദ്രപ്രസാദ് സാറും കൂടെ ഒരു കോമ്പിനേഷൻ സീനുണ്ട്. തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല ഞാൻ തീരുമാനിച്ചത്. അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാ. ഞാൻ കേട്ടു 2 കൂട്ടരും തമ്മിൽ അടി നടന്നെന്നോ. നിങ്ങളുടെ മുഖത്തെ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായല്ലേ? വെറുതെ ഒരു വഴക്കുണ്ടായതല്ല, ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടല്ലോ. ഭഗവതിയുടെ തിരുവാഭരണങ്ങൾപ്പെട്ട ഉഡ്യാണം നിങ്ങളെടുത്ത് ഒളിപ്പിച്ചു വെച്ചായിരുന്നെന്നും അത് നിങ്ങളുടെ അളിയൻ ദത്തൻ തമ്പുരാനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാതെ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. സൂപ്പർ. താങ്ക് യു. എന്തായാലും ചെയ്തതെല്ലാം സൂപ്പർ ആയിരുന്നു. അപ്പോ നാദിക, ജാഫ്രിക്ക, ജയേട്ട, നമുക്ക് ആ തിരുമറി പരിപാടി സന്ദീപേട്ടന് കൊടുക്കാം അല്ലേ? നമ്മളിവിടെ ഒരു താര തിരുമറിയുണ്ട്. ആദ്യം ഒരു വോയിസ് ഓവർ ഞാൻ കേൾപ്പിക്കും. അത് കേട്ടിട്ട് ഞാൻ ബാക്കി സംസാരിക്കും. ഓക്കെ? യെസ്. ഓ,
ഇച്ചിരി കടുത്ത് പോയോ, ഒരു എടുത്താ പോകുന്ന ഡയലോഗ് ആയി പോയോ. അതെ ഒരു ഡയലോഗ് എന്ന് പറയുമ്പോൾ ഇതാണെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതറിയാം, ഈ ഡയലോഗ് അറിയാം അല്ലേ? അയ്യോ ഇത് അറിയാത്ത മലയാളികളുണ്ടോ? അപ്പൊ ഇത് നമ്മുടെ സാക്ഷാൽ ബൈജു ചേട്ടന്റെ ശബ്ദത്തിൽ പറയുക. ഞെട്ടിയോ? ഒന്ന് ഓക്കെ ഓക്കെ ഓക്കെ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം എന്തായാലും ഗോളികളെത്തി. സംഗീതം പാച്ചാൻ ചെന്ന് കരുത് ഒരു സിംഹത്തിന്റെ മടയിൽ. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ദക്ഷിണ നോക്കാൻ പറഞ്ഞു. നമ്മുടെ കയ്യിൽ എന്തിരിക്കണം? പിന്നെ ഒന്നും നോക്കില്ല. ഗുരുവിന്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് വെച്ച് പിടിച്ച് തിരുവനന്തപുരത്തോട്ട്. എന്നല്ല എന്നാൽ ഷാജി ബാബ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാ മതിയോ? നന്നായി സന്ദീപേ. താങ്ക് യു താങ്ക് യു. അയ്യോ സന്ദീപേ, നമിച്ചിട്ടോ ഒരു കാര്യത്തിൽ. കാരണം നിങ്ങളുടെ ഒരു ഇങ്ങനെയാകണം മനുഷ്യൻ. പലർക്കും ഇങ്ങനെ ആകാൻ സാധിക്കാറില്ല. അത് നമ്മൾക്ക് നമ്മളുടെ കുറേ വർഷങ്ങൾ നമ്മൾ കാഴ്ചശക്തി ഉണ്ടായിട്ട് അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഡെസ്പടിച്ച് അതിലേക്ക് പോകാതെ നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പരിശ്രമം, ആ മനസ്സ്, അതിന് ഒരുപാട് നമ്മളെല്ലാവരും നമിക്കുന്നു. പിന്നെ ഈ അഭിനയിക്കണം എന്നുള്ളൊരു അഭിനയം ഭയങ്കര എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അഭിനയം. അപ്പോൾ ഷോർട്ട് ഫിലിംസ് കുറേ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ റോളായിട്ട് തന്നെ, മെയിൻ കഥാപാത്രമായിട്ട് തന്നെ. പിന്നെ ഇത് ലാലേട്ടൻ്റെ തന്നെ കുറേ ഡബ് സ്മാഷുകൾ സ്പൂഫായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് വരുന്ന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിനയം എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. കാര്യം ചിലവരിങ്ങനെ വിചാരിക്കും എനിക്ക് കാഴ്ചയില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നെ അറിയാത്ത ഒരാളത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും കാഴ്ചയില്ലാത്ത ഒരാളാണ് ചെയ്തിരിക്കുന്നത് പറയില്ല. ഈ ഞാൻ സന്ദീപിന്റെ നമ്പർ സന്ദീപ് ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു വാക്ക് തരാം. പക്ഷെ ഒരുപാട് ഡയറക്ടേഴ്സും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് കൂടി സന്ദീപിന് അവസരം തരാൻ വേണ്ടിയിട്ട് നമ്പറിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥ വരാതായിരിക്കാൻ വേണ്ടി സന്ദീപ് നമ്പർ അനൗൺസ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും 9011-909-334. ഓക്കെ. സന്ദീപിന് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും സന്ദീപിന് അവസരങ്ങൾ കൊടുക്കാനായിട്ട് ഒരുപാട് പേര് തയ്യാറായിരിക്കും. അപ്പോൾ അങ്ങനെ സന്ദീപിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് വളരെ എന്താ പറയുക വിപുലീകരിക്കട്ടെ. കാരണം ഈ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ സന്ദീപിന് ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. ജാഫർക്ക, ഞാൻ തകർന്നിരിക്കുന്നേക്കാണ് സത്യം പറയാം. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഊണ് കഴിച്ചിട്ട് വരുമ്പം നാദർഷായിക്കാരനെ ഇവർ കാണുന്നുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്നില്ലേ, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ ഇച്ചിരി നേരെ നിൽക്കെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഓർത്തു ആദ്യമായിട്ട് ആള് വന്നിട്ട് അറിയാൻ പാടില്ലാത്ത സ്റ്റേജിലേക്കല്ലേ. എന്റെ തകർന്നു പോയി മോളെ. അയാൾക്ക് ആ കുടുംബത്തിന് നന്മതയും കൊണ്ടില്ല. ഒരു ടിഷ്യൂ കൊടുക്കോ ജാഫ്രിക്കയ്ക്ക്? അടിപൊളിയാട്ടോ. ആ ഒരു കുറവൊന്നും കാണിക്കാതെ ഉള്ളൊരു. താങ്ക് യു സോ മച്ച്. ജാഫറിന്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാനും പോവാൻ സകല സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ സന്ദീപിന്റെ ജീവിതത്തില് വലിയ മാറ്റങ്ങളുടെ തുടക്കം ആണ് കേട്ടോ. താങ്ക് യു. വളരെ ഗംഭീരായിരുന്നു, എല്ലാം നന്നായിരുന്നു കേട്ടോ. ലാലേട്ടൻ വിളിച്ചെന്ന് പറഞ്ഞല്ലോ, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അതുണ്ടോ? എങ്കിലും അതൊന്ന് കേൾക്കണമല്ലോ. ആ വോയിസ് മെസ്സേജ് ലാലേട്ടന്റെ ഒന്ന് കേൾക്കാം നമുക്ക്. ഡിയർ സന്ദീപ്, ഞാൻ മോഹൻലാലാണ്. നിങ്ങൾ ചെയ്ത ഡബ് സ്മാഷ് ഞാൻ കണ്ടു, അതുപോലെ പാടിയ പാട്ടും കേട്ടു. വളരെ വളരെ സന്തോഷം, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരട്ടെ, അതിനുവേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെയധികം നന്ദി, നമസ്കാരം.
വേണം. എന്റെ ജീവിതത്തിലെ ഓസ്കാർ അവാർഡാണ് ഇപ്പൊ അയ്യോ, ഒരു കേട്ടത്. ഗൂസ് ബംസ് എനിക്ക് തന്നെ വരുന്നത്. ഡിയർ സന്ദീപ് എന്നാണ് പറഞ്ഞെങ്കിൽ പോലെ എനിക്ക് വരുന്നത് ഗൂസ് ബംസ്. അത് ആദ്യം കേട്ട എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഞാൻ ഇങ്ങനെ താഴോട്ടാണ് പോയി. ഞാൻ ആകെ വിറച്ച്. അമ്മ എന്തോ പറയുന്നു? അമ്മയ്ക്ക് സന്തോഷമായോ? ഇനി എന്താണ് അമ്മയ്ക്ക് ഈ ഒരു മൊമെന്റിൽ പറയാൻ തോന്നുന്നത്? ഇത്രയും നേരം ഇവിടെ നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോവാൻ പറയുന്നു. ഇവിടെ നിന്നപ്പോ അമ്മയ്ക്ക് സന്തോഷല്ലേ? കൂടെ നിന്നപ്പോ അമ്മ പാടുവോ? ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇത്രയും ഒരു ഇൻസ്പിറേഷൻ ആയ ഒരാളല്ലേ അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവും. അപ്പോ സന്ദീപ്, ഞാനാ നാദൃഷേ. ഞാൻ നാദൃശ എന്ന് പറയണ്ട, സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ജയരാ ചേട്ടാ. ജാഫ്രിക്ക മൂന്നാമതേ ആണല്ലോ ഉള്ളൂ. അത് ഉറപ്പല്ലേ? അതെ, എനിക്ക് മോന്റെ പറഞ്ഞില്ല മോനെ, അപ്പൊ എനിക്ക് ഒത്തിരി അങ്ങ് സഹിക്കാൻ പറ്റാതെ വന്നു കേട്ടോ. അതുകൊണ്ടാ നന്നായി കേട്ടോ. താങ്ക് യു. ഓക്കെ അമ്മേ.